ഹായ്, ഗുഡ് മോർണിംഗ്. മക്കളെല്ലാം സുഖമായിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷം? വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചോ? ഇതെന്തുവാണെന്നറിയാമോ? ഇത് മാസ്ക് അല്ലേ? അപ്പോൾ നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ പുറത്തെവിടെ പോയാലും ഈ മാസ്ക് കമ്പൽസറി ആയിട്ടും ധരിക്കണം. ആരും ഇത് അവോയ്ഡ് ചെയ്യലും അല്ലേ? ഇത് നമ്മുടെ ഹെൽത്ത് പ്രൊട്ടക്ഷന് വേണ്ടി പറയുന്നതാണ്. ആരും മറക്കരുതും ഇത് ഉപയോഗിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ്സാണ് എടുക്കാനായിട്ട് പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് മാത്രമേ പറയുകയുള്ളൂ. അപ്പം ആദ്യമായിട്ട് ചിലപ്പം ഇംഗ്ലീഷിലേക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷേ അതൊക്കെ നിങ്ങൾ സാവധാനം കേട്ട് റിപ്പീറ്റഡ് വീഡിയോ കേട്ട് മനസ്സിലാക്കണം. ആദ്യം അല്പം ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ സൈക്കിൾ ഓട്ടാൻ പഠിക്കുമ്പോഴെങ്ങനെയാണ്? ആദ്യം ചവിട്ടുമ്പോഴത്തേക്കും വീഴും അല്ലേ? പിന്നെന്ത് ചെയ്യും? വീണ്ടും ചവിട്ടും. അങ്ങനെ നമ്മൾ ചവിട്ടാൻ പഠിക്കും. ഇതേപോലെ നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമ്മുടെ മദർ ടങ് അല്ല, ഗ്ലോബൽ ലാംഗ്വേജാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ യൂസേജ് വരുമ്പോൾ പഠിച്ചോളും. ഓക്കെ. ഇപ്പോൾ സാറ് ഫസ്റ്റ് സ്റ്റോറിയുടെ ആദ്യത്തെ കഥയെക്കുറിച്ചുള്ളൊരു മലയാള രൂപം പറയാം. പിന്നീട് ക്ലാസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ സാറ് മലയാളത്തിൽ പറയില്ല. ഓക്കെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ല എന്ന് കരുതി ഒരു ടെൻഷനും വേണ്ട കേട്ടോ. പിന്നെ സാറ് തരുന്ന വർക്കുകൾ കുറച്ച് വർക്കുകൾ ചെയ്യുക. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വിഷമിക്കേണ്ട. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് വെച്ചാൽ ദ പാരറ്റ് ഹൂ വുഡൻറ്റ് ടോക്ക്. ദ പാരറ്റ് ഹൂ വുഡൻറ്റ് ടോക്ക്. ഇത് റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. തൻ്റെ കുട്ടിക്കാലത്ത് തൻ്റെ ഗ്രാൻഡ് പാരൻസിനെയൊക്കെ ഉൾപ്പെടുത്തി പാരറ്റ് എന്ന് പറയുന്ന അല്ലേ ഒരു പെറ്റ് ആനിമൽ വളർത്തുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഈ സ്റ്റോറിയിൽ നമ്മൾ ഗ്രാൻഡ് മായുടെ ആൻറ്റ് റൂബിയുടെ അവരുടെ ഇമോഷൻസും അവരുടെ സ്വഭാവങ്ങളൊക്കെ പഠിക്കാനായിട്ട് സാധിക്കും. കൂടാതെ നമ്മളിത് പഠിക്കുന്ന പോലെ മനസ്സിലാക്കുന്നത് ടെൻസുകളെക്കുറിച്ച് പഠിക്കാം. കുറേ എക്സ്പ്രഷൻസ്, ഫീലിങ്സുകൾ, ഇമാജിനേഷൻസ്. ഇതാണ് ഇതിൻ്റെ എയിം. ഓക്കെ. അപ്പം ക്ലാസ്സിലേക്ക് അടയ്ക്കാൻ പോവാണ്. സാറിപ്പം മലയാളത്തിൽ പറയില്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. ഓക്കെ. ലെറ്റ്സ് സ്റ്റാർട്ട് യുവർ ക്ലാസ്. ഹായ്, ഹൗ ആർ യു? ഐ ആം ഗ്ലാഡ് ടു സീ യു അഗെയിൻ. ഐ ഹോപ്പ് യു ആർ ഫൈൻ ആൻഡ് സേഫ് അറ്റ് ഹോം. ഡിഡ് യു എൻജോയ് യുവർ വെക്കേഷൻ? I think you can't, because all over the world suffering that pandemic situation, COVID-19. Everybody locked at home. Is it right? I really miss you all, my dear loving and funny buddies. Those days. Anyway, leave it. Let's start our new and warm academic year. I think you will be enjoying my class. It is not a class, it's only discussion. Okay? Come and join with me. Today I am introducing your new English test. Did you see this test? English Junction, a course in communicative English. How is it book? It's colorful. There are many pictures. Is it right? It is easy to study. Our first lesson is, can you see? The parrot who wouldn't talk. The parrot who wouldn't talk. It is written by the famous writer, none other than Ruskin Bond. He's a famous writer. This is our new English test. Now I am introducing the summary of the story. Just outline of the story. Listen carefully. Okay, dear ones. The story name is The Parrot Who Wouldn't Talk. The story is set in the pre-independence, probably 1944 and 45. In those days, many people, Indian as well as European, kept parrots as mostly parakeets. Parakeet means it's a type of lovebirds. Okay, they were popular because they could mimic the human voice. In the story,
the others grandparents do not like to have birds as pets because they have to be kept in cages. But the Aunt Ruby, that means others aunt, buys a parakeet from a bird catcher and keeps it in a cage. From the beginning, the parrot does not like her because she tries very hard to teach it to talk. It's a very hard character was Aunt Ruby. One day, when she puts her face close to the cage, the parrot knocks off her spectacles. Aunt Ruby doesn't like that at all. After that, start saying unkind things to her pet and even make face it. This section gives an idea about Aunt Ruby's nature. Is it right? How is her character, Aunt Ruby? She is strong, will get angry, quickly angry, and she has no patience. She has strong, will get angry quickly, and has no patience. This is the character of Aunt Ruby. Okay, dear ones, let's start our class. Are you ready? Hi, good morning. How are you? Oh, why are you looking tired? Are you bored? Oh, don't have energy? Don't have to eat anything today? Morning. I will give you one warm exercise for you. Please start from there. Okay, boys, girls, are ready? Okay, just you imagine this is a banana. When I peel one layer, at that time you have to clap down. And when I peel other layer, at that time you have to other time. It's okay. And after the peeling the banana, when I eat, at that time, one. Again. It's okay already? Understood? It's okay? Yeah. This is banana and one layer, another layer, other layer. How is it? Okay. Do you need more? After the class I will teach you another one. Okay. Then let's come to the poems. Here is, now we have to study that our first lesson, the parrot who wouldn't talk. Say together please. The parrot who wouldn't talk. The story is written by Rustin Bond. He is a good short story writer. He wrote many stories and novels. It's okay? Got it? Okay. Here is the related story is the parrot. Do you like parrot? And you? Boys? One boy stand up from there. Okay, stand up. Okay. Yeah, which pet animal do you like more? And you? Pigeon. Wow! Pigeon. Give him a big clap, please. It's a symbol of peace. A nice pet animal. I like more. And another one is from girls. Which animal? Which pet animal? You stand up from there. Yeah, say loud. It's a parrot. Wow, it's a parrot. Parrot is a talking bird. Parrot is a talking bird. You know, parrot. Everybody likes parrots because look like very beauty. He has 2 legs. It's a talking animal. It's mimic voice. Got it, you? Okay. Then here is. Let's start the story. And already I sent you one image. First page of the copy. Okay. Take a test. Everybody. Yeah. Look at the test. When I read,
Listen carefully. Okay, pronunciation, stop, expressions, everything. Okay? Okay. Wait. Okay. When I was growing up in Missouri, almost all our neighbors kept a pet parrot or parakeet. You know the parakeet means? Parakeet is an ogre, you know. That parakeet means a small bird of the parrot family. Sometimes these birds would learn to talk. They would learn to talk. They would say things like study, child, study, or don't be greedy. These words, unphrased were, of course, learned after some member of the household had repeated them many times in front of the bird. Listen, please. Okay. Then, but our parrot refused to talk. I think some problem. Begin this. Is it right? Why didn't talk? I think some. You can understand after the story. You can understand why didn't talk. Why didn't refuse the parrot to talk? Okay. Then he had been bought by Aunt Ruby from a bird catcher who visited all the houses on our road. Grandmother and grandfather did not want to cage bird as a pet. But Aunt Ruby insisted. Insist means compel. That's something said family that she wanted to buy the parrot. This is the first page of the lesson. Did you understand anything? I think some problem behind this because that parrot did not refuse to talk. Do you understand the characters of nature of the Aunt Ruby? Okay. I will tell you later. After the class, you can understand that. Okay. Look at the board. Here is some characters of the story with parrot, Aunt Ruby, and other. Parrot is a central character, and Aunt Ruby is a character. Is the author's aunt. Who is author's aunt? And other is author. You know, this is very nice story. Here is, look at the board. This is our new words. Write 5 times on your notebook after the class. Okay? Then, first one is parakeet. Parakeet means, okay, I told it before. Our neighbors, then greedy, household, bed catcher, insistent. These are the new words. Once again, parakeet, neighbors, greedy, house board. It's a new words. Parakeet, neighbors, greedy, household, bed catcher, insistent. These are the new words from this first page. And after the class, you write on your notebook 5 times. It's okay. Then parakeet. Say together please. Parakeet. Neighbors. Okay, neighbors. Greedy. Say together please. Greedy. Household. Bed catcher. Insistent. Okay. These are the new words. You should write your own notebook. Write 5 times after the class. Okay, these are your homeworks. And did you see this page? Look at these birds. Use the words to say what each bird can do. There are 4 birds are there in this picture. You can see. First one, some clues are there. Can run for half an hour without stopping. Which bird is? You guess it. Another one is can learn to copy human voices. Okay. I did not say now because this is your homework. Can beat their wings very fast. Can turn their heads all the way around. These are the 4 clues and 4 birds. Identify which is the right answer. Okay? And write your notebook after the class.
Okay, got it? And here is now our today's class is completed. Thank you for everyone watching me. And here is already I gave you the homework. And first one is homework is yes, this new words write 5 times. Another one is these close and this is the questions and write the answer which is the right answer from this picture. Okay, these are only 2 homework for you. Okay, dear ones, thanks for watching me. I will come next time. Thank you very much.